അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരു തീർത്ഥാടനത്തിലേക്ക് പോവുകയാണ്. ഇവിടേക്കാ പോകുന്നു കേട്ടോ. ഇവിടേക്കാ പോകുന്നു. ആ, ഗുരുവായൂർ, പഴനി, മധുര, രാമേശ്വരം. ഇവിടേക്ക് പോകുന്നു കൂട്ടാ. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ ദേവി ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് 7:30-ക്കാണ് നമ്മൾ പുറപ്പെട്ടത്. ഏകദേശം 2.25 മണിക്കൂർ കൊണ്ട് കൊടുങ്ങല്ലൂർ എത്തി. വലിയ തിരക്കൊന്നും ഇല്ല. ഈ ഇടദിവസമായ മഴ സമയമൊക്കെ ആയതുകൊണ്ട് ഏകദേശം 90ഓളം കിലോമീറ്റർ വരുന്നുണ്ട്. കൊടുങ്ങല്ലൂർ അങ്ങനെ വളരെ സുഖമായി തൊഴാൻ കഴിഞ്ഞു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇടദിവസം ആയതുകൊണ്ടും ജൂലൈ മാസം കൂടിയല്ലേ. അപ്പോൾ നമ്മളിനി നേരെ ഗുരുവായൂരേക്ക്. ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂറോളം യാത്ര ചെയ്ത് ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദൂരം പറയുകയാണെങ്കിൽ ഒരു 50 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ നമ്മുടെ കണ്ണൻ്റെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. വ്യാഴാഴ്ച ആണെങ്കിലും നമ്മൾ സാധാരണ കാണാറുള്ള അഭൂതപൂർവമായ തിരക്കില്ല. നമുക്ക് ഏതാണ്ട് ഉച്ചസമയം ആയിട്ടുണ്ട്. ഉച്ചപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ അകത്ത് കയറുന്നില്ല. പുറത്തുനിന്ന് തൊഴുതിട്ട് പോകാനാണ്. കാരണം നമുക്ക് ഇന്ന് തന്നെ പഴനി മല ചവിട്ടണം, പഴനി ദർശനം നടത്തണം. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് നിന്ന് തൊഴുത് അല്പസമയം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം നേരെ പഴനിക്ക് വിടുകയാണ്. ചേട്ടാ ഒരു നാരങ്ങ മിഠായി. രമേശനാ അപ്പൊ പഴനിയിലോട്ട് നമ്മളിനി എങ്ങോട്ടാണ്? ഗുരുവായൂർ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളിനി പഴനിയിലോട്ടാണ്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി എത്താറായിരിക്കുകയാണ്. ഏകദേശം നമുക്ക് ആലപ്പുഴ നിന്ന് പളനിയിലേക്ക് 325ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. വേഗത അനുസരിച്ച് നമുക്ക് 7:30 മുതൽ 8 മണിക്കൂർ വരെ യാത്രാ ടൈം ആവശ്യമായി വരും. നമുക്കിപ്പോൾ ഇവിടെ കാണാം യാത്രയിലുടനീളം നാഷണൽ ഹൈവേയിലൊക്കെ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞു. കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിലെത്താൻ സാധിക്കും. തമിഴ്നാടിൻ്റെ മുഖച്ഛയിൽ തന്നെ വളരെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയുന്നത് കാളവണ്ടി, കുതിരവണ്ടിയൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ വളരെ റെയറായിട്ട് കാളവണ്ടിയും കുതിരവണ്ടിയൊക്കെ ഇപ്പോൾ കാണാറുള്ളൂ. നമ്മുടെ പാലക്കാടും അങ്ങനെയുള്ളതൊന്നും ദൃശ്യമായില്ല. ഒരുപാട് മാറ്റങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോഴാണ് ഇങ്ങനൊരു കാളവണ്ടി കാണുന്നത് പൊള്ളാച്ചിയിലെത്തിയപ്പം. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി ചന്തയിലെത്തിയിരിക്കുകയാണ്. പിന്നെ അധികം ദൂരമില്ല നമ്മൾ പഴനിയിലെത്താൻ. എത്രയും പെട്ടെന്ന് പഴനിയിലെത്തും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാറ്റാടി പാടങ്ങളാണ്. നല്ല രീതിയിൽ ഇന്ത്യ എന്ന് വെച്ച് പ്രയോജനപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ നല്ല അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. അങ്ങനെ പഴനി എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ നോക്കണം. ലോഡ്ജിൽ, ശിവ ലോഡ്ജിലാണ് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നടന്നു പോകാമെന്നുള്ള ദൂരമേ ഉള്ളൂ പഴനിയിലേക്ക്. നമ്മൾ വൈകുന്നേരം തന്നെ പഴനി മല കയറുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇന്ന് കയറിയിട്ട് നാളെ രാവിലെ തന്നെ നമുക്ക് മധുര, രാമേശ്വരത്തേക്ക് പുറപ്പെടേണ്ടതാണ്. നമ്മൾ പഴനിയിലെത്തിയപ്പം 6 മണിയായിട്ടുണ്ട്. ഏകദേശം ഗുരുവായൂരിൽ നിന്ന് 4.5 മണിക്കൂർ ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്ന് നമ്മളൊരു 12:30 കൂടി ഇറങ്ങിയതാണ്. നമ്മളൊരു 4.5 മണിക്കൂർ കൊണ്ട് ഒരു 200 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടി വന്നു പഴനിയെ എത്താനായിട്ട്. ഇതാണ് ശിവ ലോഡ്ജ്. ഇവിടെയാണ് നമ്മൾ റൂം എടുക്കുന്നത്. ഒരു ഡബിൾ കോട്ടും സിംഗിൾ കോട്ടിനും കൂടി 1200 രൂപ റൂം റെൻറ്റ് വരുന്നുണ്ട്.
എല്ലാവരും ഫ്രഷായി വന്നപ്പോൾ താമസിച്ചതിനാൽ നമ്മൾ വിഞ്ച് സർവീസിലാണ് മല കയറുന്നത്, അല്ലെങ്കിൽ ദർശനം നടത്താൻ താമസിക്കും. അങ്ങനെ തിരക്കില്ലാന്ന് നമ്മൾ സുഖമായി ദർശനം കഴിഞ്ഞ് താഴെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാവിലെ 7-7:30 തന്നെ മധുരയ്ക്ക് വെച്ച് പിടിക്കുകയാണ്. പളനിയിൽ നിന്ന് മധുരയ്ക്ക് ഏകദേശം 2.25 മണിക്കൂറോളം യാത്രയുണ്ട്. 120 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ പിന്നെ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ ടൈം പോവില്ല. പഴനിയിൽ നമ്മൾ വിഞ്ച് സർവീസിന് റേറ്റ് വരുന്നത് 25 രൂപയാണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ്. നമ്മൾ മധുര എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പെട്ടെന്ന് തൊഴുത്തിറങ്ങുകയാണ്. കാരണം രാമേശ്വരത്ത് എത്രയും പെട്ടെന്ന് എത്തണം. ഇവിടെ ക്യാമറ അലോഡ് ആയിരുന്നില്ല. ഇത് ടെമ്പിൾ സിറ്റി എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. മധുരയിൽ നിന്ന് 15 കിലോമീറ്റർ മാറിയാണ്. ഇവിടെ നമുക്കൊരു ദുരനുഭവം ഉണ്ടായി. ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അത് ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടി വന്നു. മറ്റൊന്നുമല്ല, നമ്മൾ ഏതൊരു കച്ചവട സ്ഥാപനത്തിൽ ചെന്നാലും നമ്മുടെ ചെല്ലുന്നതോട് കൂടെ ഒരു കുട്ടി ഉണ്ടായ ആ കുട്ടിയോട് നല്ല രീതിയിൽ പെരുമാറുക, അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഓരോ സ്ഥാപനത്തിലെയും ഉടമകളെല്ലാം അവിടുത്തെ സ്റ്റാഫുകൾ പെരുമാറാറ്, അല്ലേ? ഇവിടെ തികച്ചും അത് വ്യത്യസ്തമായിരുന്നു. ഞങ്ങൾ മുതിർന്ന 5 പേരും 2 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഒരാൾ 4 വയസ്സും ഒരാൾ 8 വയസ്സ് കഴിഞ്ഞതുമായിരുന്നു. അപ്പോൾ ഈ 7 പേർക്കുള്ള ഊണാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ അവിടെ ഊണിന് ഷോർട്ട് ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ താലി മിൽസ് ആണ്. കുട്ടികൾ ഏതായാലും വളരെ കുറച്ച് കഴിയുകയുള്ളൂ. അവർ മറ്റുള്ള വണ്ടിയിൽ നിന്ന് മറ്റുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചാണ്. അപ്പോൾ അങ്ങനെയാണ് 5 ഊണ് മതി, കുട്ടികൾക്ക് അമ്മമാരുടെ ഊണ് ഷെയർ ചെയ്ത് കഴിച്ചോളൂ എന്നുള്ളതാണ്. ഞങ്ങൾ 5 എണ്ണം മതിയെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ്, അപ്പോൾ അങ്ങനെ യാതൊരു ഒബ്ജക്ഷനും പറയാതെ 5 മീൽസ് പറയുകയും പൈസ അടച്ച് ഞങ്ങൾ ഊണ് കഴിക്കാനിരുന്നു. ഊണ് കൊണ്ട് വെച്ചതിന് ശേഷമാണ് അവിടുത്തെ സ്റ്റാഫ് ഇറിറ്റേറ്റ് ചെയ്തത്. കുളന്തയ്ക്ക് ഊണ് എടുക്കണം, അല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ സംസാരമായി. അപ്പം പറഞ്ഞ് കുളന്ത അത്രയും കഴിക്കത്തില്ല, അമ്മയും മോളും കൂടെ പങ്കിട്ട് കഴിച്ചോളും, അത്രയും കഴിക്കത്തില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് പിന്നെ ഇതായി. ഊണ് വന്ന് ഞങ്ങൾ കഴിച്ചു തുടങ്ങിയത് വീണ്ടും പ്രശ്നമായി. അവരത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി വലുതാക്കി. അപ്പം അതിൻ്റെ ക്യാഷ്യർ പറഞ്ഞ് ഊണല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, അതെന്തെങ്കിലും വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. കാരണം നമ്മുടെ മക്കളാണ് നമുക്ക് ഏറ്റവും വലുതല്ലേ, അവർക്ക് കിട്ടേണ്ട പ്രയോറിറ്റിയാണ്. അവിടെ കുട്ടികൾ അവോയ്ഡ് ചെയ്യണം. നമുക്ക് കുട്ടികളായാലും പുറത്ത് നിർത്തിയിട്ട് നമുക്ക് മാത്രം വന്ന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാ സ്ഥാപനത്തിലും കുട്ടികൾക്ക്, നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ അമ്മ തൊട്ടിൽ വരെ ഉണ്ട്. കൊച്ചു കൈക്കുഞ്ഞിനെയൊക്കെ കിടത്താൻ വേണ്ടി പല സ്ഥലങ്ങളിലും വന്നു തുടങ്ങി. കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾ ഒരുക്കുന്ന ഹോട്ടലുകൾ വരെ ഉണ്ടായി തുടങ്ങി. കുട്ടികളെ ആകർഷിക്കുന്ന രീതി എയർപ്ലെയിൻ മോഡലിലൊക്കെ ഹോട്ടലുകൾ ഉണ്ടാക്കുന്ന രീതികൾ വന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായിട്ട് വെറും ഒരു കച്ചവടം പൈസ എന്നുള്ള ലക്ഷ്യം വെച്ച് മാത്രം എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും ഉള്ളിൽ ലാഭമുണ്ട്. പക്ഷേ അതിൻ്റെ നമ്മുടെ ഒരു കസ്റ്റമറുടെ വികാരം എന്തായിരിക്കും, അവിടെ കുട്ടികളായിരിക്കും. അപ്പം അവരെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ പെരുമാറാറില്ല. പക്ഷേ ഇവിടെ തികച്ചും കുട്ടികളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് പെരുമാറിയത്. അതുകൊണ്ട് ഒരു സ്ഥാപനത്തെ നമ്മൾ മോശം ചിത്രീകരിക്കുകയല്ല. ഓരോ സ്ഥാപനവും നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ നല്ല രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണ്, വളർന്നു വരേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അന്നത്തെ ദിവസം നമ്മുടെ പോയി. അതേ രീതിയിൽ നമ്മൾക്ക് അവരോട് ദേഷ്യപ്പെടേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ നമ്മുടെ പോയി. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇച്ചിരി ഇങ്ങനെയുള്ള ഒരു ഹോട്ടലിൽ കയറുന്നത്, അല്ലേ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് കയറുന്നത്. കുട്ടികളും ഫാമിലിയൊക്കെ നല്ല അവർക്ക് കൺവീൻസ് ആയിരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ അവിടുന്ന് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത്, അതും എല്ലാവരും നല്ലപോലെ വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അത് ഉപേക്ഷിച്ചിരുന്നത്. പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ഒരു
ജസ്റ്റ് ഒന്ന് കഴിച്ചു തുടങ്ങിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം വിട്ട് പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കുക. അതുദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ മൂലം കുട്ടികൾ വളരെ മൂഡ് ഓഫായി. നമ്മളെല്ലാവരും തന്നെ മൂഡ് ഓഫായി. അന്നത്തെ ദിവസം തന്നെ പോയെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നമുക്ക് എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അവരോട് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾക്ക് ചെയറിൻ്റെ പ്രശ്നമാണെങ്കിൽ കുട്ടി ചെയറിലിരിക്കുന്നതുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ചെയർ ഒഴിഞ്ഞ് തരാം, അമ്മയുടെ മടിയിൽ ഇരുന്ന് കുട്ടി കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ദേഷ്യം വന്ന് സംസാരമായി. അങ്ങനെയാണ് ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല അവരിൽ നിന്നുള്ളൊരു ബിഹേവിയർ ഉണ്ടാകുക. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പാമ്പം പാലത്തിലൂടെയാണ്. 2200 മീറ്റർ ദൈർഘ്യമേറിയ പാലമാണ് പാമ്പം പാലം. പാമ്പൻ ഐലൻഡ്, അതായത് രാമേശ്വരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ്. അറേബ്യൻ സീയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പലരും വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാൻ പാടില്ലെങ്കിൽ കൂടി ആൾക്കാർ ഈ പ്രകൃതി രമണീയതകളുടെ മൊബൈലിലും ക്യാമറകളിലും ഒപ്പാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി വണ്ടി നിർത്തി എല്ലാവരും റിസ്ക് എടുത്ത് ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു നല്ലൊരു ബ്ലോക്കിന് തന്നെ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും വളരെ മനോഹരമാണ് ഈ ദൃശ്യങ്ങൾ. ഒരു വശത്ത് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനത്തോടു കൂടിയ പുതിയ റെയിൽവേ പാലത്തിൻ്റെ പണി വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാലമാണ് പാമ്പം പാലം. ഇപ്പോൾ പണിയുന്ന പാലത്തിൻ്റെ ഉയരം കുറച്ചുകൂടി ഉയരം വർദ്ധിക്കുന്നതിനാൽ നമുക്ക് ബോട്ടുകൾക്കൊക്കെ വളരെ ഈസിയായി യാത്ര ചെയ്യാൻ പറ്റും. അതുകൂടാതെ കപ്പലുകൾക്ക് യാത്ര ചെയ്യാനായിട്ടാണ് ലിഫ്റ്റ് സംവിധാനം വരുന്നത്. അത് മുഖാന്തരം കപ്പലുകൾക്കും സുഖമായി യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് പുതിയ റെയിൽവേ പാമ്പം പാലം പണിതുകൊണ്ടിരിക്കുന്നത്. ആർക്കും കണ്ട് കൊതി തീരാത്തത്ര മനോഹരമായ യാത്രയാണ് പാമ്പം പാലത്തിലൂടെയുള്ള ഈ യാത്ര. ഏതാണ്ട് പാമ്പം പാലത്തിൽ നിന്ന് രാമേശ്വരത്തേക്ക് നമുക്ക് ഏതാണ്ട് 13-15 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. 10-20 മിനിറ്റ് യാത്രയെ വേണ്ടി വരുന്നുള്ളൂ. അതുപോലെ രാമേശ്വരത്ത് പാമ്പം ബ്രിഡ്ജിൽ നിന്ന് ധനുഷ്കോടിയിലേക്കും നമുക്കൊരു 10-32 കിലോമീറ്റർ വരുന്നുണ്ട്. ഒരു 3/4 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. പരന്ത് അങ്ങനെ എവിടെയും നമ്മൾ ആ പുണ്യ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതാണ്. രാമേശ്വരത്ത് നമ്മളിത് എത്തിച്ചേർന്നിരിക്കുന്നു. 4 ഗോപുരങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒരു ഗോപുരമാണിത്.
ഇവിടെ കിഴക്കേ ഗോപുരനടക്ക് മുഖാമുഖമായി സുബ്രഹ്മണ്യൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടം തിരിഞ്ഞ് വേണം നമ്മുടെ അഗ്നി തീർത്ഥത്തിലേക്ക്, അതായത് ബംഗാൾ ഉൾക്കടലിലേക്ക് നമുക്ക് പോകേണ്ടത്. രാവിലെ 4:30 ആയിട്ടുണ്ട്. വെളുപ്പിനെ തന്നെ ക്ഷേത്ര ദർശനത്തിന് ഉള്ള ആൾക്കാരുടെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. ക്ഷേത്ര ദർശനത്തിനും തീർത്ഥക്കുളത്തിൽ കുളിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെ കിഴക്കോട്ട് പോകുമ്പോഴാണ് നമുക്ക് സമുദ്രത്തിൽ കുളിച്ചതിന് ശേഷം നമ്മൾ 22 ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള 22 കിണറുകളുണ്ട്. അവിടെ അതിനുള്ള സംവിധാനമുണ്ട്. കിണറ്റിൽ കുളിക്കുന്നതിന് വേണ്ടി 25 രൂപയുടെ പാസ് എടുക്കണം. 22 കിണറ്റുകളിൽ നിന്ന് വെള്ളം കോരി കുളിച്ചതിന് ശേഷം, അതായത് തീർത്ഥ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിച്ചതിന് ശേഷം വസ്ത്രം മാറുകയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ട്. നമുക്ക് സമുദ്രത്തിൽ നിന്നും മറ്റ് 22 കിണറ്റിലെ തീർത്ഥജലം നമുക്ക് പാത്രത്തിൽ ശേഖരിക്കാവുന്നതാണ്, വീട്ടിൽ കൊണ്ടുപോകാവുന്നതാണ്. അതിന് ഇവിടെ നമ്മുടെ ഈ പരിസരങ്ങളിൽ തന്നെ സമുദ്രത്തിലേക്ക് പോകുന്ന പരിസരങ്ങളിലും ക്ഷേത്ര പരിസരത്തും പാത്രങ്ങൾ, കന്നാസുകളും ക്യാനുകളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. അഗ്നിതീർത്ഥം എന്നാണ് ഈ സമുദ്രം അറിയപ്പെടുന്നത്. ശ്രീരാമൻ രാവണനെ വധിച്ചതിന് ശേഷം അന്ന് കുളിച്ചിടായതുകൊണ്ട് അഗ്നിതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവും ഇതിന് എതിർവശത്തായിട്ടൊരു ശങ്കരാചാര്യ മഠവും ഒക്കെ നമുക്ക് കാണാം. വളരെ വെളുപ്പിനെ തന്നെ സമുദ്രത്തിൽ സ്നാനം ചെയ്യുന്ന ആൾക്കാരുടെ തിരക്കാണ്, ഭക്തരുടെ തിരക്കാണ് ഇത് നമ്മൾ കാണുന്നത്. കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ പ്രായഭേദമന്യേ വളരെ വെളുപ്പിന് തന്നെ ഭക്തർ സ്നാനം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സമുദ്രത്തിന് അഗ്നിതീർത്ഥം എന്ന് പറയുന്നതാണ് പോലെ ഓരോ തീർത്ഥക്കിണറുകൾക്കും ഓരോ പേരുമുണ്ട്. അത് കുളിക്കുന്നതിന്, സ്നാനം ചെയ്യുന്നതിന് ഓരോ ലക്ഷ്യങ്ങളുമുണ്ട്. സരസ്വതി തീർത്ഥം, ലക്ഷ്മി തീർത്ഥം, അങ്ങനെ കൂടുതലും ദേവികളുടെ പേരിലാണ് കൂടുതലും തീർത്ഥ കിണറുകൾ അറിയപ്പെടുന്നത്. സരസ്വതി തീർത്ഥത്തിൽ കുളിച്ചാൽ കൂടുതൽ വിദ്യാപരമായിട്ടുള്ള സിദ്ധി ലഭിക്കും, അനുഗ്രഹം ലഭിക്കും. ലക്ഷ്മി തീർത്ഥത്തിലാണെങ്കിൽ ഐശ്വര്യം, സമ്പൽ സമൃദ്ധി ലഭിക്കും എന്നൊക്കെയുള്ളതാണ് വിശ്വാസം. വടക്കേ നടയിലൂടെ വേണം 22 തീർത്ഥക്കിണറിൽ കുളിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കാൻ. തീർത്ഥക്കിണറിലേക്ക് പോകുന്ന വേയാണിത്. ഇവിടെ നമ്മൾ പോയി പാസ് എടുത്തതിന് ശേഷം വേണം. 25 രൂപയാണ് ഒരാൾക്കുള്ള പാസ്. 22 തീർത്ഥക്കിണറിൽ 22 തീർത്ഥക്കിണറ്റിൽ ഈ 25 രൂപ പാസ് കൊണ്ട് നമുക്ക് സ്നാനം ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഗൈഡുകൾ ലഭ്യമാണ്. അപ്പം ഒരാൾക്ക് വേണ്ടിയിട്ട് ഗൈഡിന് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഫാമിലിക്ക് വേണ്ടിയിട്ട് വേണ്ട ഗൈഡുകളുണ്ടാവും. അവർ നമ്മളെ കൊണ്ടുപോയി അവർ തന്നെ തീർച്ചയായും സ്നാനം ചെയ്യിപ്പിച്ചു തരും. അപ്പോൾ അവരുടെ ഫീസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. അങ്ങനെ 22 തീർത്ഥക്കിണറുകളിൽ സ്നാനം ചെയ്യാൻ പോകുന്നവരുടെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. 4:30 തന്നെ ക്ഷേത്ര നട തുറക്കുമെങ്കിലും 5:30 മാത്രമേ ഈ തീർത്ഥ സ്നാനം ആരംഭിക്കുകയുള്ളൂ.
അങ്ങനെ 22 തീർത്ഥക്കുളത്തിലെ ജലം നമ്മളിങ്ങനെ കന്നാസിലാക്കി എടുത്തിരിക്കുകയാണ്. നമുക്ക് കന്നാസിലാക്കി തീർത്ഥക്കുളത്തിലെ ജലം നമുക്ക് എടുക്കാവുന്നതാണ്. തീർത്ഥ സ്നാനം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്കുള്ള വഴിയാണ്. ഇതിലെ നേരെ പോകുന്ന വഴിയിൽ പോയി ഡ്രസ്സ് മാറാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഇടമുണ്ട്. എക്സിറ്റ് വേ എന്ന് പറയുന്ന ഇതാണ് എക്സിറ്റ് വേ. നിങ്ങൾക്ക് കാണാം, നമ്മളുടെ പേടിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവിടെയും നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ അനുവാദമില്ല. സൈലൻറ്റ് മോഡിലിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണ് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അത്. കാരണം പളനിയിലും മധുരയിലൊന്നും നമുക്ക് ഒട്ടും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇവിടെ കുറച്ചെങ്കിലും എടുക്കണമെന്ന് കരുതി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്നാലും വളരെ വിശാലമായ രീതിയിൽ വിശദമായ രീതിയിൽ പറയാനോ എടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പുറത്തു നിന്നൊക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല. അമ്പലത്തിനകത്ത്, അതായത് ആലയത്തിനകത്ത് ഒട്ടും പറ്റത്തില്ല. ഇതാണ് നിത്യ ലോഡ്ജ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഗോപുര നടയ്ക്ക് ഒരു 100-300 മീറ്റർ വടക്കോട്ട് മാറിയാണ് നിത്യ ലോഡ്ജ്. നല്ല സർവീസാണ്. റൂംസ് നോൺ എ സിക്കൊക്കെ നമുക്ക് 3 ബെഡൊക്കെ വരാനത് 2000 രൂപ. സീസൺ അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാകുമെങ്കിലും ന്യായമായ റെൻ്റൊക്കെയാണ് ഉള്ളത്. വലിയ കത്തിയില്ലാത്ത ന്യായമായ ചാർജും അത്യാവശ്യം നല്ല റൂംസൊക്കെ ആയിരുന്നു. ഹോട്ട് വാട്ടറൊക്കെ ഉണ്ട് കുടിക്കാൻ. അങ്ങനെ നമ്മൾ ലോഡ്ജ് ടിക്കറ്റ് ചെയ്ത് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. എന്ന് വെച്ചാലേ നമ്മൾ പറയുന്ന ശബ്ദം തിരിച്ച് അങ്ങനെ നമ്മുടെ റോഡ് അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ റോഡിൻ്റെ എൻഡാണിത്. ദി എൻഡ് ഓഫ് ഇന്ത്യൻ റോഡ്. നമ്മളിവിടെ ഒന്ന് നോക്കിയാൽ ശ്രീലങ്ക കാണാമെന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഏതായാലും നമ്മൾ ധനുഷ്കോടിയിലെത്തി. അല്പസമയം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ്. ഇവിടുന്ന് 18 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞ് ശ്രീലങ്കയിലെത്താം. കടലിലൂടെ യാത്ര ചെയ്താൽ മതി. ധനുഷ്കോടി ഒരു പ്രാചീന നഗരം ഉണ്ടായിരുന്നെന്നും അത് വെള്ളത്തിലൊക്കെ പോയെന്നൊക്കെ ഉള്ളതാണ് അറിയാൻ കഴിഞ്ഞത്.
കല്ല് വീഡിയോ കാണിക്കുന്നത്. ആ കല്ല് വെള്ളത്തിൽ പൊങ്ങി കിടക്കും, താഴത്തില്ല. മറ്റേ ഇതാണ് നമ്മുടെ രാവണൻ്റെ സഹോദരൻ വിഭീഷണൻ്റെ ക്ഷേത്രമാണ്. രാമേശ്വരത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, നമുക്ക് ഏവർക്കും വേണ്ടപ്പെട്ട ആളാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ധനുഷ്കോടി റോഡിലാണ്, രാമേശ്വരം. പിന്നെ അതുപോലെ സ്മാരക മന്ദിരമുണ്ട്. ഇവിടം വരെ വന്നിട്ട് നമ്മളിനി സ്മാരക മന്ദിരം സന്ദർശിക്കാതെ പോവുമോ? ഒരിക്കലുമില്ല. ഏതായാലും ഇവിടെ മൊബൈലൊക്കെ അകത്തുകൊണ്ടുപോകാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ അകത്തെ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും നമ്മൾ പാമ്പൻ പാലത്തിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ഇനി തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വലിയ രീതിയിലൊന്നും നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പലയിടത്തും ക്യാമറ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പരിമിതികളേറെ ഉണ്ടായിരുന്നു. എന്തായാലും അത്യാവശ്യം ആലപ്പുഴ ടു രാമേശ്വരം 3-day ട്രിപ്പ് പ്ലാൻ ചെയ്യാനുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. നമുക്ക് മധുരയിൽ നിന്ന് രാമേശ്വരം ഒരു 173 കിലോമീറ്ററോളം യാത്ര ഉണ്ടായിരുന്നു. 3 മണിക്കൂറോളം സമയമെടുക്കുന്നുണ്ട്. രാമേശ്വരം ടു ധനുഷ്കോടി 2.5 മണിക്കൂറത്തെ യാത്രകളുള്ള 20 കിലോമീറ്ററോളം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 ദിവസം എടുത്ത് ആലപ്പുഴയിൽ നിന്ന് കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, പളനി, മധുര, രാമേശ്വരം, ധനുഷ്കോടി യാത്ര ചെയ്ത് ചെന്നപ്പോൾ റോഡ് തീർന്നു പോയി. ഏകദേശം 468 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്നപ്പോൾ റോഡ് തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ആലപ്പുഴ കേട്ടാ. അടുത്ത വീഡിയോ ആയി തുമ്പിക്കൈനെ നമുക്ക് വീണ്ടും കാണാം. അപ്പം വീണ്ടും സന്ധിക്കും വരെ വണക്കം.